إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين സ്നേഹാധീനരായ വിശ്വാസികളെ, പ്രപഞ്ചലോക അസുരട്ടവും പരിപാലകനുമായ പടച്ചറപ്പിനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി മുവഹിദീങ്ങളായി ജീവിക്കണമേ എന്ന് സ്വന്തത്തോടുന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചറപ്പ് സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പാലിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ഏറ്റവും വില കൽപ്പിക്കുന്നത്, ഏറ്റവും മൂല്യമുള്ളത് എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളാണ് അതിന് പറയാനുണ്ടാവുക. ഓരോരുത്തരുടെയും സാഹചര്യത്തിനും ഓരോരുത്തരും ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കും അനുസരിച്ച് പലരും പലതിനുമാണ് മൂല്യം കൽപ്പിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ കണ്ടെത്താൻ കഴിയുന്ന ഒരു ഉത്തരമെന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ള ഒന്ന് അവൻ്റെ സമയമാണ് എന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ആർക്കും ഒന്നിനും സമയമില്ലാത്ത ദ്രുതഗതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് പിന്നാലെ അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചിട്ടകളെ ക്രമീകരിക്കുവാൻ, ഈ സമയ ക്രമീകരണത്തിന് വേണ്ടി പല ധൃതി പിടിച്ച ജോലികളും അല്ലെങ്കിൽ ധൃതി പിടിച്ച തീരുമാനങ്ങളുമൊക്കെ നമ്മൾ കൈക്കൊള്ളാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നമ്മൾ എടുത്തു ചാടി ധൃതി പിടിച്ച് നമ്മൾ നടത്തുന്ന പല തീരുമാനങ്ങളും പല പ്രവർത്തനങ്ങളും വലിയ അപകടങ്ങളിലേക്ക് ഒരു പക്ഷെ നമ്മെ കൊണ്ടെത്തിക്കാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. മനുഷ്യന്റെ ഒരു പോരായ്മയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയ ഒന്നാണ് മനുഷ്യൻ ഇങ്ങനെ വ്യഗ്രത കാണിക്കുക എന്നത്. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. മനുഷ്യനെ ഇങ്ങനെ ഒരു വ്യഗ്രതയുള്ള അവസ്ഥയിൽ, ഒരു ധൃതി പിടിക്കുന്ന അവസ്ഥയിലായിക്കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നും, മറ്റൊരു സ്ഥലത്ത് വകാനൽ ഇൻസാനു അജൂല, മനുഷ്യൻ ഇങ്ങനെ ധൃതി പിടിക്കുന്നവനായിരിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ ഈ ഒരു പോരായ്മ കാരണം
പല അപകടങ്ങളും പ്രയാസങ്ങളും പലപ്പോഴും മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ നിരത്തുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാലും ദിനേനയുള്ള പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന അപകട വാർത്തകളുടെ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊക്കെ അന്വേഷിക്കുമ്പോൾ അവരുടെ വേഗത കാരണം, ധൃതി പിടിച്ച ഓട്ടപ്പാച്ചിലുകൾ കാരണം സംഭവിച്ച വലിയ പ്രയാസങ്ങളും അപകടങ്ങളുമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവിടെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചര്യ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഒരു വിശ്വാസി ജീവിതത്തിൽ എപ്പോഴും അവധാനത കാണിക്കേണ്ടവനാണ് എന്ന്. ഇങ്ങനെ ധൃതി പിടിച്ച ഓട്ടപ്പാച്ചിലുകൾ, വേഗത പിടിച്ച ജീവിതം, അതൊന്നും ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ഇബാദത്തുകളിൽ പോലും, ആരാധനാ കർമ്മങ്ങളിൽ പോലും നിങ്ങൾ എപ്പോഴും സാവകാശം കൈക്കൊള്ളണമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമുള്ളത്. നമസ്കാരത്തിന്റെ മര്യാദകളെ കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നിടത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു ഉപദേശം നമുക്ക് കാണാൻ കഴിയും. ഇദാ ഉഖീമത്തുസ് സ്വലാത്തു ഫലാ തഅതൂഹാ തസ്ഔന വഅതൂഹാ തംശൂന വഅലൈക്കുമുസ് സകീന. നിങ്ങൾ നമസ്കാരത്തിലേക്ക് നിങ്ങൾ ഓടിപ്പാഞ്ഞു വരാൻ പാടില്ല. നിങ്ങൾ നടന്ന് സാവകാശം സമാധാനത്തോടു കൂടിയാണ് നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരേണ്ടത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു രംഗത്തും, ഇബാദത്തിന്റെ മേഖലകളിൽ പോലും നിങ്ങൾ അവധാനതയോട് കൂടിയാണ് അതിനെ സമീപിക്കേണ്ടത് എന്നും അവധാനത നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണമെന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അലൈക്കും ബിത്തഅത്ത്, നിങ്ങൾ എപ്പോഴും അവധാനതയുള്ളവരാവുക എന്നതാണ്. ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും നമ്മൾ ഇടപെടുന്ന മേഖലയിലൊക്കെ ഒരു സാവകാശവും സമാധാനത്തോടും കൂടി അതിൽ സമീപിക്കുക എന്നത് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടാണ്. നേരെ മറിച്ചുള്ള എടുത്തുചാട്ടവും നേരെ മറിച്ചുള്ള ധൃതി പിടിച്ച ജീവിതവും ഒക്കെ അതൊരു പൈശാചിക പ്രവണതയാണ് എന്ന് മുഹദ്ദിസീങ്ങളായ ആളുകൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ല അജ്റത്തു മിനശ് ശൈത്വാൻ, മശ്ഹൂറായ ഹദീസുകളിലൂടെ മുഹദ്ദിസുകൾ പറഞ്ഞു വെച്ചത് നമുക്ക് കാണുവാൻ കഴിയും. അതൊരു പൈശാചിക പ്രവണതയാണ്, എടുത്തുചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നത്. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച ഒരു കാര്യം തീരുമാനിക്കാതെ പിന്നീട് അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്നതൊക്കെ അതൊരു പൈശാചിക പ്രവണതയുടെ ഭാഗമാണ് എന്ന് അവർ സൂചിപ്പിച്ചു വെക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് അതിൻ്റെ വരും വരായികളെ കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ ഏതൊരു കാര്യത്തിലേക്കും അവർ ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ എന്ന. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, വ്യത്യസ്തങ്ങളായ ദുരനുഭവങ്ങൾ നമുക്കുണ്ടായതിൻ്റെ ഒരു കാരണം നമ്മൾ എടുത്തുചാടി നടത്തുന്ന പല തീരുമാനങ്ങളോ അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളോ ആയിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമിൻ. വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, നിങ്ങളുടെ അടുക്കൽ ഫാസിഖായ അധർമ്മകാരിയായ ഒരാൾ നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലുമൊക്കെ കാര്യമൊന്ന് പറയുകയാണെങ്കിൽ, എന്തെങ്കിലും വൃത്താന്തം നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ, ഫതബയ്യനു, നിങ്ങൾ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം, വിശദമായി നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. എന്തിനാണത്? അൻ തുസീബു ഖൗമൻ ബിജഹാല, ഒരു സമൂഹം അവർ ജഹാലത്തിൽ അകപ്പെടാതിരിക്കുവാൻ വേണ്ടി, അവർ അവിവേകത്തിൽ അകപ്പെടാതിരിക്കുവാൻ വേണ്ടി. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമിൻ, അവർ പറഞ്ഞത് പ്രവർത്തിച്ചതിന്റെ പേരിൽ പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന, പിന്നീട് കൈകടിച്ച് പ്രയാസപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കുവാൻ വേണ്ടി എന്തൊരു കാര്യം ആര് നിങ്ങളോട് പറഞ്ഞാലും, പ്രത്യേകിച്ച് അധർമ്മകാരികളായ ആളുകൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ അതിനെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ അടിവരയിട്ട് വായിക്കേണ്ട ഒരു ആയത്താണത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നമുക്കറിയാം. നമുക്കിടയിലൊക്കെ ഭൂരിഭാഗം ആളുകളും സജീവമായ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമുക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ്, ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ കൈമാറുന്ന ഒരു സന്ദേശം, വ്യക്തികളിലേക്ക് നമ്മൾ അയക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ്, ഇതൊക്കെ ഒരു പക്ഷേ ആ സമൂഹത്തിൽ വലിയ ചിത്രതകൾക്ക് കാരണമായി തീരാറുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ചോരത്തിളപ്പിൽ
നമ്മൾ പടച്ചുവിടുന്ന ഓരോ സന്ദേശങ്ങൾ അത് ഒരു പക്ഷേ സമൂഹത്തിൽ അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് വലിയ അപകടമായിരിക്കും. അവിടെയാണ് ഈ ആയത്തിൽ നമ്മൾ അടിവരയിട്ട് വായിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ഓരോ സന്ദേശങ്ങളും, നമ്മൾ കാണുന്ന ഓരോ വീഡിയോകളും, ഓരോ ഓഡിയോകളും, ഓരോ മെസ്സേജുകളും അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ, നമ്മൾ കേൾക്കുന്ന ഒരു വർത്തമാനം മറ്റുള്ളവർക്ക് നമ്മൾ കൈമാറുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാൾ കള്ളനാവാൻ, ഒരാൾ കളവ് പറയുന്നവനാവാൻ അവൻ കേട്ടത് മുഴുവൻ പറഞ്ഞാൽ തന്നെ മതിയാകുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ സൂചിപ്പിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോ അവിടെ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും അവൻ അറിയുന്ന കാര്യങ്ങളെ അതിന്റെ വിശദമായ പഠനം അവൻ നടത്തണമെന്നാണ്. അതിന്റെ വരുംവരായികളെ കുറിച്ച് അത് ഞാൻ ഒരു കാര്യം അവരോട് ആ സമൂഹത്തോട് പറഞ്ഞാൽ അതിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് ഒരു വിശ്വാസിക്ക് എപ്പോഴും ധാരണ ഉണ്ടാവണമെന്നാണ്. നമ്മുടെ രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സംഘടനകൾക്ക് വേണ്ടി നമ്മുടെ മറ്റു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൈമാറുന്ന ചില സന്ദേശങ്ങൾ അത് സമൂഹത്തിൽ ഒരുപക്ഷെ വലിയ ഛിദ്രതകളും വലിയ ആക്രമണങ്ങളിലേക്കും വലിയ സാമൂഹിക സ്പർദ്ധകളിലേക്കും ഒക്കെ അത് എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളെപ്പോഴും ബോധ്യമുള്ളവരായിരിക്കണമെന്ന്. അവിടെ ഒരു വിശ്വാസി എപ്പോഴും അവധാനതയോടുകൂടിയാണ് അവൻ പെരുമാറേണ്ടത് എന്ന ഏതൊരു മേഖലയിലും. അതുമാത്രമല്ല, വിവാഹവുമായി ബന്ധപ്പെട്ട മേഖലയിൽ വിശ്വാസികൾ എടുത്തുചാടി പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്ന ഒരു രംഗമാണത്. വിവാഹാലോചന രംഗത്താണെങ്കിലും വിവാഹമോചന രംഗത്താണെങ്കിലും ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ ആ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെയൊക്കെ കാറ്റിൽ പറത്തി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ഭൗതിക താല്പര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് വിവാഹ രംഗത്തേക്ക് ഇറങ്ങുമ്പോഴും വിവാഹമോചന രംഗത്തേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ ഇസ്ലാമിന് അത് ഏൽപ്പിക്കുന്ന ഒരു പരിക്കുണ്ട്. അത് വലിയ ഒരു ആഘാതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനുള്ളത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കെട്ടാനും ഒഴിവാക്കുവാനുമുള്ള ഒരു മതമാണ് എന്ന് സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ പ്രചരണം നടത്തുന്നതിൽ അതിന്റെ ആ രൂപത്തിൽ പ്രചരണം നടത്തുവാൻ കാരണക്കാരായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. വിവാഹം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ധന്യമായ ഒരു അവസ്ഥയാണ്. ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവിടെ വിവാഹം ആലോചിക്കുമ്പോൾ നിങ്ങൾ വരന്റെ വധുവിന്റെ അവരുടെ മതപരമായ കാര്യങ്ങൾക്കാണ് നിങ്ങൾ പ്രാമുഖ്യം നൽകേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിനപ്പുറം നമ്മൾ അവരുടെ സാമ്പത്തികവും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസുകളും ഒക്കെ പരിഗണിച്ച് അവരുടെ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോയി ഇന്നലെയും മിനിഞ്ഞാന്നും കണ്ടെന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ സ്വീകരിച്ച് ആ രൂപത്തിലുള്ള ഒരു വിവാഹത്തിലേക്ക് കടക്കുന്നതിലൂടെ ജീവിതകാലം മുഴുവൻ പ്രയാസത്തിന്റെ കയ്പുനീർ രുചിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവിടെയൊക്കെ നമ്മൾ അവധാനപൂർവമായി ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ആ രംഗത്തേക്ക് കടക്കുക എന്നതാണ്. അതുപോലെ തന്നെ വിവാഹമോചന രംഗം ഇസ്ലാമിന്റെ ചൈതന്യത്തെ സമൂഹത്തിന് മുന്നിൽ തകർക്കുമാറി ഇന്ന് വിവാഹമോചനം ത്വലാഖ് എന്നത് കേവലമായ ഒരു കുട്ടിക്കളിയായി മാറിയിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ മാസവും നടന്ന ആളുകൾ അവരിപ്പോൾ വിവാഹമോചിതരാണ് എന്ന് നമ്മൾ ആരൊക്കെയോ പറഞ്ഞ് നമ്മൾ അറിയുന്ന ഒരു സ്ഥിതിയുണ്ട്. എത്രയെത്ര വിവാഹമോചനങ്ങളാണ് നമ്മുടെ നാടുകൾ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം ത്വലാഖ് എന്ന സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കാര്യങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന ഒന്നാണ് ഒരാൾ ത്വലാഖ് ചൊല്ലുക എന്നത്. അള്ളാഹുവിന്റെ അർശ് പോലും കിടുങ്ങിപ്പോകുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഈ ത്വലാഖ് എന്നത് എന്തോ സമൂഹത്തിൽ വലിയ മിഥ്യാധാരണകൾ അതിന്റെ പിന്നിലുണ്ട് എന്ന കേവലമായ മെസ്സേജുകളിലൂടെ കേവലമായ ഒന്നോ രണ്ടോ വാക്കുകൾ പറയുന്നതിലൂടെ ഒരാളുടെ വിവാഹമോചനം നടന്നു എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ അതിനെ ലളിതമായ ഒരു കുട്ടിക്കളിയായി സ്വീകരിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അവിടെയൊക്കെ മുതിർന്നവരായ ആളുകൾ അവരൊക്കെ ഗൗരവത്തോടു കൂടി ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യണമെന്നാണ്. വിവാഹമോചനം എന്ന് പറയുന്നത് അതിന് സങ്കീർണമായ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും. അതിനെ അവർ തന്നെ പരിഹരിക്കണമെന്നാണല്ലോ. ആ പരിഹാരം അവരിൽ നിന്ന് സാധ്യമല്ലാതിരിക്കുമ്പോഴാണ് പുറത്തു നിന്നുള്ള ഒരാളുടെ ഒരു മധ്യസ്ഥ മുഖേന അതിനെ പരിഹരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്. അതും സാധ്യമല്ലാതിരിക്കുമ്പോഴാണ് ത്വലാഖിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. ആ ത്വലാഖിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും ആ സ്ത്രീ ആ ത്വലാഖിന്റെ ഘട്ടത്തിൽ ഇദ്ദാകാലം ഇരിക്കേണ്ടത് തന്റെ ഭർത്താവിന്റെ വീട്ടിലാണ്. എന്തിനാണ് ആ രൂപത്തിലുള്ള സങ്കീർണമായ നിയമം ഇസ്ലാം മുന്നോട്ട് വെച്ചത്? ആ കാലഘട്ടത്തിൽ അവർക്ക് നിക്കാഹ് ചെയ്യാതെ തന്നെ വീണ്ടും ഒരുമിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്നാണ്. എങ്ങനെയെങ്കിലും ആ വിവാഹത്തെ ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നതാണ് ഇസ്ലാം അന്വേഷിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ മകൾ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളും പറയുമ്പോഴേക്ക് മകളുടെ ഭാഗത്ത് നിന്ന് അവനെ എതിർക്കുകയും
ഭാര്യയെ കുറിച്ച് മകൻ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും പറയുമ്പോഴേക്ക് മകനെ ചാരി നിന്നുകൊണ്ട് ആ ഭാര്യക്കെതിരെ നിലപാടുകൾ കടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് പലപ്പോഴും സമൂഹത്തിലുണ്ട് എന്നതാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് സ്വന്തം വീടുകളിലേക്ക് അവരെ കൊണ്ടുവരികയും വീട്ടിൽ പോകുവാൻ വേണ്ടി ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രംഗങ്ങളിലൊക്കെ അവൻ അവധാനതയോടുകൂടി ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആ നിയമവശങ്ങളെ അതിനെ കൃത്യമായി പാലിച്ച് ആ രൂപത്തിൽ ആ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് എന്നാണ്. അപ്പൊ ഈ രംഗങ്ങളിലൊക്കെ ഒരു വിശ്വാസി വളരെ അവധാനതയോടുകൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട മേഖലകളാണ്. അതുപോലെ തന്നെ പല സമൂഹത്തിൽ ഊഹാപോഹങ്ങളുടെ പേരിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കും. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുവാൻ കാരണമായി തീരുന്ന, സൗഹൃദ ബന്ധങ്ങളിൽ വലിയ തെറ്റുകളിലേക്കും വിള്ളിച്ചകളിലേക്കും ഒക്കെ എത്തിക്കുന്ന രൂപത്തിൽ ആളുകൾക്കിടയിൽ പരസ്പരം സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് ആ കുടുംബങ്ങളോടും സ്വന്തം സഹോദരങ്ങളോടും സ്വന്തം കൂട്ടുകാരോടും കാലങ്ങളായി പിണങ്ങി ജീവിക്കുന്നവരുണ്ട്. ഇത്തരം രംഗങ്ങളിലൊക്കെ തങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ ഊഹാപോഹങ്ങളുടെ പേരിൽ ആരും തീരുമാനങ്ങൾ എടുക്കരുത് എന്ന്, ഊഹങ്ങളിൽ മിക്കതും തെറ്റാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ കൃത്യമായി ആ രംഗങ്ങളിലൊക്കെ അവധാനതയോട് കൂടിയാണ് നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകളുടെ അറിയാത്ത കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ പറയുക എന്നത്, എന്തെങ്കിലുമൊക്കെ കാര്യം ചോദിക്കുമ്പോൾ തനിക്കറിയില്ലെങ്കിലും തൻ്റെ വക എന്തെങ്കിലുമൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തല് എന്തോ ഒരു കാര്യമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. അറിയാത്ത കാര്യങ്ങൾ അറിയില്ലെന്ന് അറിയലാണ് ഏറ്റവും വലിയ അറിവ് എന്ന് അവർ മനസ്സിലാക്കണമെന്ന. അറിയാത്ത കാര്യങ്ങളിൽ ഒരിക്കലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയോ അറിയാത്ത കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ വശങ്ങളെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിലപാട്. പ്രത്യേകിച്ച് മതപരമായ വിഷയങ്ങളൊക്കെയാണെങ്കിൽ. മഹാനായ ഇമാം മാലിക് റഹ്മഹുള്ളയുടെ ചരിത്രം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു രാജാവിന്റെ ഭൃത്യൻ ഒരു 50ഓളം ചോദ്യങ്ങളുമായി അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട്. ആ സമയത്ത് അത് 46 ചോദ്യങ്ങൾക്കും എനിക്കതിന് ഉത്തരം അറിയില്ല എന്ന വളരെ സരസമായ മറുപടിയാണ് ഇമാം മാലിക് റഹ്മഹുള്ള ആ നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാം മാലിക് റഹ്മഹുള്ള നൽകിയത് എന്ന്. 4 ചോദ്യങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളിൽ നമ്മളൊരു അഭിപ്രായവും പറയേണ്ടതില്ല. നമ്മൾ ആ കാര്യം നമ്മൾ ചെയ്യാൻ നിൽക്കേണ്ടതില്ല എന്ന. നമ്മൾ അറിയാത്തൊരു കാര്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അത് പ്രവർത്തിച്ചതിന്റെ പേരിൽ അവർ തെറ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയലാണ് ഏറ്റവും നല്ല മാന്യതയും മര്യാദയും എന്ന് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വെറുതെ എന്നോട് ചോദിച്ചിട്ട് ഞാനത് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു മോശക്കാരനാകുമോ എന്ന് ഒരിക്കലും ഒരു വിശ്വാസം ചിന്തിക്കേണ്ടതില്ല എന്നാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിവുണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് അവിടെയൊക്കെ അവധാനതയോടുകൂടി നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുവാൻ ശ്രദ്ധിക്കണമെന്നാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ചാണ് പരാതി. അള്ളാഹുവിന്റെ പേരിൽ വ്യഗ്രത കാണിക്കുന്നവരുണ്ട്, പരിഭവം പറയുന്നവരുണ്ട്. അള്ളാഹു എന്തേ എന്നെ പരിഗണിക്കാത്തത്? ഞാൻ എന്തൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, കൃത്യമായി രാത്രി നമസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് ദാനധർമ്മങ്ങളും സ്വതക്കകളും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് വലിയ പ്രയാസമാണല്ലോ. അള്ളാഹുവിനോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ഞാൻ എത്രയാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷേ എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് അള്ളാഹുവിന്റെ പേരിൽ വിഷമം പ്രകടിപ്പിക്കുന്നവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ധൃതി പിടിക്കാത്ത കാലത്തോളം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരമുണ്ട് എന്നാണ്. ഒരു വിശ്വാസി, ഒരു മുസ്ലിം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു ഉത്തരം നൽകുമെന്നാണ്. കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതോ പാപകരമോ അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു തീർച്ചയായും അതിന് ഉത്തരം നൽകുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന 3 രൂപം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക, ഒന്ന് നമ്മൾ എന്താണോ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് അത് അതേപോലെ സാധിപ്പിച്ചു തരിക എന്നതാണ്. നമ്മുടെ ആവശ്യം, നമ്മുടെ ആഗ്രഹം അള്ളാഹു അതുപോലെ നിർവഹിച്ചു തരിക എന്നതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയിലൂടെ, ദുആയിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ ഒരു പ്രയാസത്തെ അള്ളാഹു നീക്കി തരുമെന്നാണ്.
അല്ലെ? വലിയ ഒരു വാഹനാപകടം ഉണ്ടായി, നമ്മൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് നമ്മൾ ആളുകളോട് വന്ന് പറയും. പക്ഷേ ആ അത്ഭുതകരമായ ആ പരീക്ഷണത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയത് ഒരുപക്ഷെ നമ്മൾ നിർവഹിച്ച പ്രാർത്ഥനയുടെ ഫലമായിരിക്കുമെന്ന് നമ്മൾ ഓർമ്മയിലുണ്ടായിരിക്കണം. മൂന്നാമതായി, അള്ളാഹു പ്രാർത്ഥനയെ പരിഗണിക്കുന്നത് നമ്മൾ ആ ചോദിച്ച കാര്യം അള്ളാഹു നിർവഹിച്ചു തന്നിട്ടില്ല എങ്കിലും, ഒരു പ്രയാസത്തെ അള്ളാഹു നമുക്ക് നീക്കി തന്നിട്ടില്ല എങ്കിലും, നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന കാരണം പാരത്രിക ലോകത്ത് അത് നന്മയായി ഒരു പ്രതിഫലമായി രേഖപ്പെടുത്തുകയും ആ പ്രാർത്ഥന നിമിത്തം നാളെ പാരത്രിക ലോകത്തെ സ്വർഗത്തിൽ അത് മുഖേന പ്രവേശിക്കപ്പെടുകയും ചെയ്യുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉറപ്പെടുത്തുന്നു. അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും പരിഭവപ്പെടേണ്ടതില്ല എന്നാണ്. ഏതൊരു കാര്യത്തിലും ഇസ്ലാമികപരമായ ഒരു വിശ്വാസി ജീവിതത്തിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ഏതൊരു ഘട്ടത്തിലും അവന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരികയില്ല എന്നാണ്. അവിടെയൊക്കെ അവധാനതയോടുകൂടി, ക്ഷമയോടുകൂടി, പരീക്ഷണമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും മുന്നോട്ട് നയിക്കുക എന്നതാണ് ഒരു വിശ്വാസി ജീവിതത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ. ധൃതി പിടിച്ചുകൊണ്ട്, വ്യഗ്രത കാണിച്ചുകൊണ്ട്, എടുത്തുചാട്ടം കാണിക്കുക എന്നത് ഒരു വിശ്വാസി ജീവിതത്തിൽ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടുകളാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഇസ്ലാമിക അധ്യാപനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അൻബിയാ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസി ജീവിതത്തിൽ എപ്പോഴും അവധാനതയോടുകൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവനാണ് എന്നും, ധൃതി പിടിച്ചുകൊണ്ടുള്ള ജീവിതം അത് പൈശാചികമാണ് എന്നും, അത് വലിയ അപകടങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുമെന്നുമാണ് സൂചിപ്പിച്ചു പോകുന്നത്. അൽ അജലത്തു മിനശ് ശൈത്വാൻ എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹാത്തിമുൽ ഹസൻ റഹ്മഹുല്ലാഹ് ധൃതി അത് പൈശാചികമാണ് എങ്കിലും ജീവിതത്തിൽ വേഗത്തിൽ നിർവഹിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 5 കാര്യങ്ങളെയാണ് ഹാത്തിമുൽ ഹസൻ റഹ്മഹുല്ലാഹ് ഇവിടെ എടുത്തു പറയുന്നത്. അതിലൊന്നാമത്തേത് ഇത്ആമു ത്വആം, വിശക്കുന്നവന് ഭക്ഷണം നൽകുക എന്നതാണ്. വിശക്കുന്നവന് എത്രയും വേഗത്തിൽ ആ പശി അടക്കുവാനുള്ള മാർഗം കണ്ടെത്തി കൊടുക്കുക എന്നത് ഒരു വിശ്വാസി ധാർമ്മികമായി അവൻ നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. വിശപ്പിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയങ്ങളില്ല, ഒന്നുമില്ല. വിശപ്പിന്റെ വികാരം വിശപ്പ് മാത്രമാണ്. നമ്മുടെ വിശപ്പ് നമ്മുടെ കേവലമായ ശാരീരിക പ്രശ്നമാണ് എങ്കിൽ തൻ്റെ അയൽക്കാരൻ്റെ, തൻ്റെ കൂടെയുള്ളവരുടെ പട്ടിണിയും വിശപ്പും എന്ന് പറയുന്നത് അവൻ്റെ ധാർമ്മികമായ പ്രശ്നമാണ്. അതുകൊണ്ട് തൻ്റെ അയൽക്കാരൻ വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അയൽപക്കത്തേക്ക് കൊടുക്കുവാൻ ഭക്ഷണമില്ല എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ കറിയിൽ ഒരു അല്പമെങ്കിലും വെള്ളം നീട്ടിയിട്ടെങ്കിലും അവർക്ക് പശിയടക്കുവാനുള്ള മാർഗം നിങ്ങൾ കാണണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് വിശക്കുന്നവന് എത്രയും വേഗം അവന്റെ വിശപ്പകറ്റുവാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് തജ്ഹീസുൽ മയ്യത്ത്, മയ്യത്തിനെ മറമാടലാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം ആ മയ്യത്ത് മറമാടുവാനുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന്. 2 കാരണങ്ങളാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞത്. ഒന്ന്, ആ മരിച്ച വ്യക്തി നല്ല വ്യക്തിയാണ് എങ്കിൽ എത്രയും വേഗം അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അദ്ദേഹത്തെ എത്രയും വേഗം നിങ്ങൾ കൊണ്ടെത്തിക്കുക എന്നതാണ്. ഇനി മരിച്ച വ്യക്തി അദ്ദേഹം മോശപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളെ മുതുകിൽ നിന്ന് എത്രയും വേഗം ആ മോശത്തരത്തെ നിങ്ങൾ ഇറക്കി വെക്കുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവൻ മരിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം അതിനെ മറമാടണമെന്നാണ് ഇസ്ലാമിക മര്യാദ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം കാത്തിരിക്കുന്ന പല അവസരങ്ങളുമുണ്ട്. രോഗിയായി വർഷങ്ങളോളം കടന്നിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത മക്കൾക്ക് വേണ്ടി മയ്യത്ത് കാത്തുവെക്കുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മയ്യത്തിന് എത്രയും വേഗം മറമാടുക എന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മര്യാദയും ആ രൂപത്തിലാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകളുമെന്ന് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രായപൂർത്തിയായാൽ എത്രയും വേഗം വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ്. അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും
പ്രായപൂർത്തിയായാൽ എത്രയും വേഗം വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാൽ പിന്നീട് ആ വിവാഹം കഴിക്കാത്തതിന്റെ പേരിൽ അവർ ചെയ്യുന്ന തിന്മകളുടെ അതിന്റെ ഉത്തരവാദിത്വം ആ രക്ഷിതാക്കൾക്ക് കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരാൾക്ക് പ്രായപൂർത്തിയായാൽ എത്രയും വേഗം വിവാഹം ചെയ്തു കൊടുക്കണമെന്നാണ്. നാലാമതായി പറയുന്നത് ഖളാഉദ്ദൈന്, കടം വീട്ടുക എന്നതാണ്. കടം വീട്ടുക എന്നത് ഒരാൾ എത്രയും വേഗത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾക്കാണ് കടം വാങ്ങേണ്ടത്. ആർഭാടങ്ങൾക്കോ മറ്റോ തങ്ങളുടെ ഭൗതികമായ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾക്കോ അല്ല കടം വാങ്ങേണ്ടത്. അങ്ങനെ അത്യാവശ്യങ്ങൾക്ക് കടം വാങ്ങേണ്ടി വന്നാൽ എത്രയും വേഗം അത് തിരിച്ചു കൊടുക്കണമെന്നാണ്. നമ്മൾ പറഞ്ഞ ഡേറ്റിനപ്പുറം വീണ്ടും ഡേറ്റ് വാങ്ങുക എന്നതിനപ്പുറം അത് ആ ഡേറ്റിന് മുമ്പ് കൊടുക്കുക എന്നതാണ്. പലപ്പോഴും സൗഹൃദത്തോടു കൂടി തുടങ്ങുകയും ശത്രുതയോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ഇടപാടാണ് കടമിടപാട് എന്ന് പറയുന്നത്. കടം വാങ്ങുമ്പോഴൊക്കെ നല്ല ബന്ധമായിരിക്കും. പലപ്പോഴും ആ ബന്ധം ശിഥിലമാകുന്നത് അവന് കുറച്ച് സംഖ്യ കടം കൊടുത്തു എന്നതിന്റെ പേരിലായിരിക്കും. ആ കടം കൊടുത്ത വ്യക്തി പിന്നീട് ഒരു യാചകന്റെ വേഷം കെട്ടേണ്ടി വരുന്ന അവസ്ഥ, അവൻ അന്വേഷിച്ച് അവന്റെ വീട്ടിലും ഓഫീസുകളിലും അവന്റെ പണിസ്ഥലങ്ങളിലും ഒക്കെ അവനെ തെരഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. കടം എന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾ കടം വീട്ടാതെയാണ് മരണപ്പെടുന്നത് എങ്കിൽ അവന്റെ ബർസഖിയായ ജീവിതത്തിൽ അത് മുഖേന അവന് സ്വസ്ഥത കിട്ടുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള മയ്യത്തുകൾക്കും കടത്തോടുകൂടി മരണപ്പെട്ട മയ്യത്തുകൾക്ക് നബി ഇമാമത്ത് നിൽക്കാറില്ലായിരുന്നു എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി എണീറ്റ് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദ്ദേഹത്തിന് വല്ല കടങ്ങളും ഉണ്ടോ എന്ന്. അപ്പോൾ സഹായിമാർ പറഞ്ഞു, അദ്ദേഹത്തിന് 2 ദീനാർ കടമുണ്ട് റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഇമാം നിന്നോളൂ, ഞാൻ ഇമാം നിൽക്കുന്നില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ കടം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ 2 ദീനാർ കടം ഏറ്റെടുക്കുകയും അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിൽക്കുകയും ചെയ്തു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കടം ഏറ്റെടുത്ത വ്യക്തിയെ കണ്ടപ്പോൾ നബി ചോദിച്ചു, നിങ്ങൾ അന്ന് ഏറ്റെടുത്തിട്ടുള്ള ആ കടം വീട്ടിയിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല പ്രവാചകൻ, എനിക്ക് ഒരു സാവകാശം വേണം, ഞാൻ വീട്ടിൽ കൊള്ളാം എന്ന് അദ്ദേഹം മറുപടി പറയാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, അന്ന് ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ആ കടം വീട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് നബിയോട് ഇങ്ങോട്ട് വന്ന് പറയണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബറുദത്തു നഫ്സുഹു, ഇപ്പോഴാണ് അദ്ദേഹത്തിന് ആശ്വാസം കിട്ടിയത്, ഇപ്പോഴാണ് അദ്ദേഹത്തിന് തണുപ്പ് ലഭിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കടത്തോടുകൂടി ആ കടത്തിന്റെ കണിയിൽ അകപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് എങ്കിൽ അത് ആ ബർസഖിയായ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് കടമൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം വീട്ടുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു, നമുക്ക് കാണുവാൻ കഴിയും. 5-മതായി അദ്ദേഹം പറയുന്നത് തൗബത്തു മിനദ് ദംബ്, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യുക എന്നത്. മനുഷ്യരായ നമുക്കൊക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കും. ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട ഉടൻ അതിൽ നിന്ന് തൗബ ചെയ്യുക എന്നതൊരു വിശ്വാസിയുടെ നിലപാടാണ്. വിശ്വാസികളുടെ ഗുണങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് കാണാൻ കഴിയും, തുമ്മ യതൂബൂന മിൻ ഖരീബ്, ഇതിന്റെ ഏറ്റവും അടുത്ത വേളയിൽ അവർ തൗബ ചെയ്യുന്നവരാണ് എന്ന്. അല്ലെ, നമ്മുടെ ജീവിതം എപ്പോഴാണ് എവിടെ വെച്ചാണ് അവസാനിക്കുക എന്ന് നമുക്കൊരു നിശ്ചയവുമില്ല. ആ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് നമ്മളെ വിളിക്കപ്പെടുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ പാപങ്ങളിൽ നിന്നൊക്കെ മുക്തമായി, പാപങ്ങളിൽ നിന്നൊക്കെ പ്രായശ്ചിത്തം തേടി അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടിയായിരിക്കും നമ്മുടെ ജീവിതം ഉണ്ടാവേണ്ടത്. അതിനി ഉംറക്ക് പോകുമ്പോഴാകട്ടെ, ഹജ്ജിന് പോകുമ്പോഴാകട്ടെ, ഇനി റമദാൻ വരട്ടെ എന്നൊന്നും കാത്തിരിക്കുവാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ലല്ലോ, ഒരു മനുഷ്യന് സാധ്യമല്ലല്ലോ. നമ്മുടെ എത്ര കാലം, ഏതൊരു നിമിഷമാണ് നമുക്ക് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടങ്ങാനുള്ളത് എന്ന് നമുക്കൊരു നിശ്ചയവുമില്ല. ഒരുപാട് തെറ്റുകൾ ചെയ്ത് നടന്ന് ഇനി കുറെ പ്രായമാകട്ടെ, അപ്പോ ഒന്ന് നന്നാവാമെന്ന് തീരുമാനിക്കാൻ നമുക്കൊരു സാധ്യതയുമില്ലല്ലോ. നമ്മുടെ എത്രയെത്ര ചെറുപ്പക്കാരാണ്, കുട്ടികളാണ് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് അവന്റെ അലംഘനീയമായ വിധിക്കുത്തരം നൽകി പോകേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരാളായി നമുക്ക് മാറാനുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ പാപങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി വളരെ ശുദ്ധ മനസ്സോടുകൂടി നന്മകളുടെ വലിയ കൂമ്പാരം അള്ളാഹുവിന് മുന്നിൽ സമർപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ നന്മകളുടെ ആളുകളായി നമ്മൾ ജീവിക്കുക. അതോടൊപ്പം തന്നെ സംഭവിച്ചു പോയിട്ടുള്ള തിന്മകളിൽ നിന്ന് സദാ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത്തരത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകുവാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള ചില ആളുകളുണ്ട്. ബഹുമാനനായ നമ്മുടെ സുൽത്താൻ ചികിത്സയിലാണ്, അതുപോലെ തന്നെ ജലീൽ, അദ്ദേഹത്തിന് ആൻജിയോ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ്.
അതുപോലെ തന്നെ നമ്മൾ ജാഫർ സഖാഫ്, അദ്ദേഹത്തിനൊരു സ്ട്രോക്ക് വന്ന് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയും ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റഷീദ് എന്നവർ പെട്ടെന്നുണ്ടായ ഒരു പ്രയാസം കാരണം ഹോസ്പിറ്റലിൽ വലിയ ഗുരുതരാവസ്ഥയിൽ പോയും ചികിത്സയിൽ കഴിയുന്ന ഒരു രംഗമാണുള്ളത്. ഇങ്ങനെ ഒരുപാട് ആളുകൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിച്ച് നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കി നൽകുമാറാവട്ടെ. അള്ളാഹുവെ, അവരുടെ രോഗങ്ങളൊക്കെ ശിഫ നൽകി നീ അവരുടെ വീണ്ടും ഇസ്ലാമിക കർമ്മപദത്തിലേക്ക് സജീവമാകുവാനുള്ള തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാൻ. അള്ളാഹു രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ മഹലിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള ആളുകൾ അള്ളാഹുവെ, അവർക്ക് നീ പൂർണ്ണ ശിഫയും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാൻ. അള്ളാഹുവെ, നിന്റെ മാറാ വ്യാധികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാത്ത് സംരക്ഷണം നൽകുമാറാവട്ടെ റഹ്മാൻ. അള്ളാഹു, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദിക സുഹൃത്തുക്കൾ, സഹോദരികൾ, നാഥ, അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.